and welcome to Cutie the Beauties of Comedy Masters. ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം ഞാൻ പറയാം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെ കൂടെ സ്വാഗതം ചെയ്യാം. ഹലോ മാസ്റ്റേഴ്സ് ആൻഡ് വെൽക്കം. നമസ്കാരം. ഇന്ന് ടാസ്ക് ഒന്നുമില്ല, പകരം ഞാൻ നമ്മുടെ ഒരു മാസ്റ്ററിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അത് നമ്മുടെ സ്വന്തം ഇക്കയ്ക്ക് തന്നെയാണ്, വേറൊന്നുമല്ല. നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോ തുടങ്ങിയപ്പോൾ തൊട്ട് കുറെ കാലമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇക്കനെ നേരിട്ട് കാണണം വരണം എന്നൊക്കെ. അപ്പോൾ എന്തായാലും ആ വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ട്. ശരി, അപ്പോൾ എന്തായാലും നമുക്ക് ആ വ്യക്തിനെ പരിചയപ്പെടാം. കാരണം പുള്ളിക്കാരനാണെങ്കിൽ വർക്കിംഗ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഹീസ് എ പെയിൻറ്റർ. പക്ഷേ അതിലുപരി പുള്ളിക്കാരൻ നന്നായിട്ട് പാരഡി ഗാനങ്ങൾ പാടും. ഇക്കയുടെ അടുത്ത് ക്ലോസ് ആയിട്ട് നിന്ന് പുള്ളിക്കാരൻ പെർഫോം ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പം സ്വാഗതം ചെയ്യാം ലിതേഷ് മരുതേരി. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ലിതേഷേ, എവിടെ സ്ഥലം? കോഴിക്കോട് ജില്ലയിലെ മരുതേരി എന്ന സ്ഥലം. അപ്പൊ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ ഒരുപാട് പാരഡി ഗാനങ്ങളാണ് എഴുതിയല്ലോ. അപ്പോൾ അതിൽ ഒരു ആൽബത്തിന് സോങ്സ് ആണ് ഈ കടക്കണ്ണി മുനകൊണ്ട് എന്ന ഒരു പാട്ടിന്റെ ഒരു പാരഡി ഗാനം. ദാസേട്ടന്റെ ഒരു പാരഡി ഗാനം, അതിന്റെ പാരഡിയാണ്, അതിന്റെ ഒരു പാരഡി ഗാനം അവതരിപ്പിക്കാം. അപ്പൊ നമുക്ക് കേട്ടു തുടങ്ങാം അല്ലേ? ഓക്കെ. കടക്കെണി കൊണ്ടു ഞാൻ കടത്തിന്റെ കീഴന്നപ്പം കൊതുകിന്റെ കടിയായി എന്നെ തിരിച്ചിട്ടും മറിച്ചിട്ടും കഴുത്തിന് കടിച്ചിട്ടും കടുത്തൊരു പനിയായി എന്നിൽ ഡൊങ്കി ഡങ്കി പനിയായി. കടക്കെണി കൊണ്ടു ഞാൻ കടത്തിന്നൽ കീഴന്നപ്പം കൊതുകിന്റെ കടിയായി എന്നെ തിരിച്ചിട്ടും മറിച്ചിട്ടും കഴുത്തിന് കടിച്ചിട്ടും കടുത്തൊരു പനിയായി ഡൊങ്കി ഡങ്കി പനിയായി. അറിയാതെ പിന്നിൽ വന്ന് പതുങ്ങിനി നടക്കും, അടുത്തെത്തി ചെവിയിൽ കവിത നീ കുറിക്കും, അതുകൊണ്ടൻ മാനമാകെ അരിശം കൊണ്ടിരിക്കും. അറിയാതെ പിന്നിൽ വന്ന് പതുങ്ങിനി നടക്കും, അടുത്തെത്തി ചെവിയിൽ കവിത നീ കുറിക്കും, അതുകൊണ്ടൻ മനമാകെ അരിശം കൊണ്ടിരിക്കും. കൊതുകിന്റെ വിളയാട്ടം കൊണ്ട് പനിയുടെ വിളയാട്ടം, പിന്നെ കടിക്കാനായി അഴിഞ്ഞാടി നടക്കുന്നു നാട്ടിലെന്നു കൊതുകുകൾ ഒരു കൂട്ടം, മനുഷ്യനും ഓടുന്നു നെട്ടോട്ടം. കടക്കെണി കൊണ്ടു ഞാൻ കടക്കെണി കൊണ്ടു ഞാൻ കടത്തിന്നൽ കിടന്നപ്പം കൊതുകിന്റെ കടിയായി പിന്നെ തിരിച്ചിട്ടും മറിച്ചിട്ടും കഴുത്തിന് കടിച്ചിട്ടും കടുത്തൊരു പനിയായി എന്നിൽ ഡൊങ്കി ഡങ്കി പനിയായി. അപ്പോൾ ലിതേഷ്, താങ്ക് യു സോ മച്ച്. ലിതേഷിന് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പാരഡി, ഇത് ദാസേട്ടൻ ഗംഭീരമായിട്ട് നമ്മുടെ തരങ്കണി കാസറ്റിൽ പാടിയ ഒരു ഗാനത്തിന്റെ പാരഡിയാണ്. അതിന്റെ കറക്റ്റ് മീറ്റർ ഒപ്പിച്ചിട്ട് ലിതേഷ് എഴുതിയിട്ടുണ്ട്. ഒരു പാരഡി എന്ന് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് മീറ്റർ കൃത്യമായിരിക്കണം, ഏച്ചുകെട്ട് ഇല്ലാത്തതായിരിക്കണം പാരഡി. അത് കൃത്യമായിട്ട് ലിതേഷ് പാലിച്ചിട്ടുണ്ട്. ഇക്ക, നമുക്ക് തിരിച്ച്, അതായത് ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഇക്കടെ വക എന്തായിരിക്കും കൊടുക്കാൻ പറ്റും? പിന്നെ ഉറപ്പായിട്ട് ലിതേഷ്, എന്റെ ഉമ്മുമ്മക്ക് ഒരു താടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു പാരഡി ഞാൻ എഴുതിയിട്ടുണ്ട്, സംഗൃതപമുരി ഇല്ലേ. അത് ഈ സംഗൃതപമുരി അതിന്റെ ഒറിജിനൽ വരികൾ തന്നെ പാടാനായിട്ട് വലിയ ടഫാണ്. അപ്പൊ അതിന്റെ പാരഡി ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സംഗതി അറിഞ്ഞോത തെക്കേ വീട്ടിലെ അന്ത്രുക്കാന്റെ മൂത്തമൻ ഭയങ്കര കേടി, അവൻ ഇന്നലെ വെളുപ്പിന് സെൻട്രൽ ജയിലിൽ കമ്പി വിളച്ച് ആരാരും അറിയാതെ ചാടി. സംഗതി അറിഞ്ഞോത തെക്കേ വീട്ടിലെ അന്ത്രുക്കാന്റെ മൂത്തമൻ ഭയങ്കര കേടി, അവൻ ഇന്നലെ വെളുപ്പിന് സെൻട്രൽ ജയിലിൽ കമ്പി വിളച്ച് ആരാരും അറിയാതെ ചാടി. സംഗതി സീരിയസ് ആണ്, പോലീസ് ഉടനെ പാഞ്ഞെത്തും, നടങ്ങും വളഞ്ഞിട്ട് വീടുകൾ തോറും അവരെത്തും. വീടായ വീടുകളെല്ലാം കേറി ഇറങ്ങി തപ്പുമ്പോൾ ഗതികേടിനവനങ്ങൻ അവരുടെ കയ്യിൽ പെട്ടെന്നാൽ പൊക്കുന്നേ. അവർ ഈ പടി മുതൽ അവരാപ്പടിയോളം തട്ടുന്നേ, കൈകൾ മുട്ടുമടക്കി കൂമ്പിന് താഴെ കുത്തുന്നേ. അവൻ കുടിച്ചൊരു മൂലപ്പാല് കക്കും, കമഴ്ന്ന് വീണ് കെഞ്ചും, നേരമുടനെ പച്ചത്തെറിയത് നീട്ടി വിളിക്കും പോലീസ്. എന്നിട്ട് അപ്പനും അപ്പൻ്റെ അപ്പനും പറയണ പാർട്ടീസ് അവർ എടുത്തിട്ട് വണ്ടി വിടും.
ഒടുവിൽ ജയിലിൽ കൊണ്ടുപോയിട്ട് ഓലക്ക എടുത്തുരുട്ടും സംഗതി അറിഞ്ഞു തന്തക്കെ വീട്ടിലെ അന്തൃക്കാന്റെ മുത്തമ്മ ഭയങ്കര കേടി. അവൻ ഇന്നലെ വെളുപ്പിന് സെൻട്രൽ ജയിലിൽ കമ്പി വിളച്ച് ആരാരും അറിയാതെ ചാടി. എന്തോ വേറെ സത്യം എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ എഴുതിയ ആളും പാടിയ ആൾ ഉണ്ടാക്കിയതിനേക്കാൾ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാടുകൾ. ഇതില് True. അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ഞാൻ മ്യൂസിക് ചെയ്തേക്കണ ഏതെങ്കിലും പാട്ടില്ലേ ആ സിനിമയില്? ഇന്ന് ഞാൻ എൻ്റെ ആ പാട്ടിനെ പാരഡി ചെയ്തിട്ടുണ്ടോ? ഓ ഉണ്ട്. എന്താണത്? എന്നും ബീവറേജിൻ മുറ്റത്തോരറ്റത്ത് ക്യൂവിൽ നിൽക്കുന്ന ഒരാളെ കണ്ടു. തണ്ണിയിലാണ്ട് കിടക്കുന്ന പയ്യന്റെ പോക്കറ്റിലേക്കൊന്ന് കയ്യുമിട്ടു. മിണ്ടാതെത്തിയ സെക്യൂരിറ്റിക്കാരൻ മുതുകത്ത് 2 എണ്ണം കാച്ചി വിട്ടു. 2ാം നാളവൻ മാന്യനെ പോലവൻ പിന്നെയും വന്നു നിന്നു. ബീവറേജിൻ ക്യൂവിൽ വന്നു നിന്നു. അടിപൊളി. കൊടുത്താൽ കൊല്ലത്തുമല്ല അതെ, മരുതേരിയിലും കിട്ടും എന്നുള്ള മനസ്സിലായി. സൂപ്പർ സൂപ്പർ. ഇത് സർപ്രൈസ് ആയി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. പരിചയപ്പെടാൻ പറ്റിയാലും ഇവിടെ വരാൻ പറ്റിയാലും കണ്ടിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പോകുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യിക്കാ, നമ്മൾ പറഞ്ഞു വിടുകയാണ്. സന്തോഷായില്ലേ? ഓ താങ്ക്സ്, സന്തോഷമായി പറഞ്ഞു. ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചിരുന്നത് ഈ ഒരു ദിവസങ്ങളിൽ. ശരി, താങ്ക് യു. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ അങ്ങനെ ഒരു ചെറിയൊരു സർപ്രൈസ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. ഫോൺ ഞാൻ തറകളെ എന്തിന് ഏത് സമയം ഇങ്ങനെ ഫോൺ കളിച്ചാണ് നമ്മുടെ ബിസിനസ് മൊത്തം ഇത്ര നഷ്ടമായത്. മര്യാദക്കാരൻ വന്നേക്കുന്നു, മര്യാദക്കാരൻ. എടാ 25 ലക്ഷം രൂപയാണ് നീ നിന്ന നിപ്പില് ഷെയർ മാർക്കറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പൊടിച്ചു കളഞ്ഞത്. എടാ ഷെയർ മാർക്കറ്റ് നീ പോയി അന്വേഷിച്ച് നോക്ക്. വളരെ മാന്യമായിട്ട് ഓഫീസ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ എന്താ നീ കുഴപ്പം? വലിയ ഡയലോഗ് ഒന്ന് പറഞ്ഞു. ഞാൻ പോയി അന്വേഷിച്ചായിരുന്നു. നീ ഷെയർ ഇട്ട് മാർക്കറ്റ് ഇരുന്ന് വെള്ളം അടിക്കുന്ന സമയത്ത് മറ്റോമാര് കാശുമായിട്ട് പോയി. ഇതാണ് നിന്റെ ഷെയർ മാർക്കറ്റ്. നിങ്ങൾക്ക് നിർത്താമോ? എന്നെ പറഞ്ഞാൽ മതി. എന്നോട് എന്റെ ബന്ധുക്കാരെല്ലാരും പറഞ്ഞതാ നിങ്ങൾ രണ്ടുപേരെ കൂട്ട് വിളിക്കണ്ട ഒറ്റക്ക് ബിസിനസ് ചെയ്താൽ മതിയെന്ന്. അതുകൊണ്ടല്ലേ ഞാനിപ്പോ കിടന്ന് അനുഭവിക്കേണ്ടി വന്നത്. രണ്ടുപേരും കൂടെയാണ് നശിപ്പിച്ചത്. രണ്ടുപേരും കൂടെ ഏതെങ്കിലും മാർഗം കണ്ടുപിടിച്ചോ? ഇത് എന്റെ പേരിലോട്ട് എഴുതി ഞാൻ ഒറ്റയ്ക്ക് നടത്തിക്കോളാം. ഇനി അതുകൂടെ അങ്ങോട്ട് എഴുതി തരണമായിരിക്കും. അതൊന്നും വേണ്ട, നിങ്ങൾ ബഹളം വയ്ക്കണ്ട. അല്ലാതെ തന്നെ നമ്മുടെ കടം തീർക്കാനുള്ള ഒരു വകുപ്പ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വകുപ്പ്? ഭൈരവൻ മന്ത്രവാദി എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ഒരു വിശ്വാസമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പോയെന്ന് കണ്ടപ്പോ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് ആരോ കണ്ണ് വെച്ചിട്ടുണ്ട്. എടാ പോടാ അവിടെ നിന്നോണ്ട്. ഇനി പൈസ പോയത് പോയിട്ട് ഇനി മന്ത്രവാദിയുടെ പേരും പറഞ്ഞോണ്ട് നീ പൈസ പക്ഷേ അതിലൊരു സത്യമുണ്ട്. നമ്മുടെ ബിസിനസ് കണ്ടിട്ട് ആരോ കണ്ണു വെച്ചിട്ടുണ്ട്. അത് സത്യം. അല്ല, എനിക്ക് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അച്ചട്ടാണ് സംഭവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്ത് വെച്ചാൽ കാണിച്ചോ, ഈ മന്ത്രവാദത്തിന്റെ കൂടെ നിൽക്കാൻ ഞാനില്ല. എടാ ഞാനേ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് സംസാരിച്ച് നോക്ക്. ശരി, സംസാരിക്കാം. നീ അതും കൂടെ ഉള്ളു നോക്കാൻ. നീ വിളിക്ക്, പുള്ളിയെ വിളിക്ക്. സ്വാമിജി നമസ്കാരം. നമസ്കാരം സ്വാമി. നമസ്കാരം. നിഗൂഢതകൾ നിറഞ്ഞൊരു ഏരിയ ആണ് ഇവിടെ. അതെ അതെ. ഇവിടെ പാപം നടന്നിരിക്കുന്നു. നിങ്ങളെ ആരൊക്കെ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുക. ഞങ്ങൾക്ക് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ്, ഞങ്ങൾ 3 പേര് നല്ല സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ബിസിനസ് പെട്ടെന്ന് അങ്ങ് തകർന്നു. ഇപ്പൊ നമ്മൾ തമ്മിൽ ശത്രുത ശത്രുക്കളായി. അതൊന്നും മനസ്സിലായി. ഇവിടെ കൂടോത്രമുണ്ടോ? ഉണ്ടല്ലേ? അവിടെ കൊണ്ടുവച്ചേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ. ചൂടുപാത്രം ആരാ അവിടെ കൊണ്ടുവച്ചേ? എടുത്തു മാറ്റത്. ചൂടുപാത്രം എടുപ്പുണ്ടെന്ന് പറഞ്ഞു. കൂട് മാത്രമല്ല, കൂടോത്രം ചെയ്തെന്ന്. അതും ചെയ്തിരിക്കുന്നത് തകിടില്ല. ഫ്രണ്ടിലത്തെ ഗേറ്റ് ആയിരിക്കും തകട ചെയ്തേക്കുന്നത്. എന്നാണ് ഈ പുള്ളി പറയുന്നത്? നീ ഒന്നും അടങ്ങുന്നില്ല. തകട് ചെയ്ത് ഇനിയിപ്പോ എന്തെങ്കിലും എന്നെ വിശ്വാസമുണ്ടോ? ഞാൻ ചെയ്തത് വിശ്വാസമുണ്ടോ? ഞാൻ അതുകൊണ്ടല്ലേ ഈ സ്വാമി വിളിച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ബിസിനസ് നന്നാകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 3 പേർക്കും അഭിവൃദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചില കർമ്മങ്ങൾ ചെയ്യണം. ഞങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവുമോ? തീർച്ചയായിട്ടും 100% ഞാൻ ഭൈരവനാ പറയുന്നത്. പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ? കിട്ടും. നിങ്ങൾ വലിയ പണക്കാരാകും. അംബാനി വന്നിട്ട് അണ്ണാ എന്തെങ്കിലും തരണ അണ്ണാന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ടോ? അതുപോലെ കാശ് തരാം നിങ്ങൾ. ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട കാര്യം നമുക്ക് ഒരു ഗുരുതി കൊടുക്കണം. പറ്റുമോ? നമ്മളെ ഈ കോഴിയൊക്കെ കൊല്ലുന്ന അത് ചെയ്യാം. കോഴിയല്ല, കോഴി ആടും പട്ടിയൊന്നുമല്ല.
മനുഷ്യനെ ഗുരുതി കൊടുക്കണം. മനുഷ്യനെയോ? മനുഷ്യനെ കൊല്ലാനാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്റെ ദൈവമേ, നാട്ടുകാർ കേട്ട് ഇത് പരിപാടിയാണ്. മനുഷ്യൻ നിങ്ങൾ എന്താന്ന് വെച്ചത് ഞാനങ്ങ് പോയേക്കാം. ഞാൻ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാൻ ഒരു കാര്യം പറഞ്ഞു. അല്ല പോലെ പോലെ മനുഷ്യന്റെ ചോര വീണാൽ നിങ്ങൾക്ക് വെച്ചടി പച്ചടിയല്ല വെച്ചടി കയറ്റമാണ്. അല്ല സ്വാമി, ഇത് പറഞ്ഞത് അച്ഛനെ നടക്കൂ? നടക്കും, നടത്തിയിരിക്കും. ഭൈരവനാ പറയുന്നത്. ആൾക്കാരൊക്കെ കേട്ടാലും അതായത് ഞാൻ പറയുന്ന പറഞ്ഞ 5 കോടി രൂപയോളം ഇപ്പൊ നമുക്ക് ലോസാണ്. ഇത് നമുക്ക് ഒരാളെ കൊല്ലാൻ ഒരു മനുഷ്യനെ കൊല്ലാന്നൊക്കെ പറഞ്ഞ എന്താ നിങ്ങൾ പറയുന്നത്? സംഭവം നടക്കൂ. അല്ല നമുക്ക് പുറത്തിറങ്ങി അന്വേഷിച്ചിട്ട് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങനല്ല. വൃശ്ചിക മാസത്തില് തിരുവോണ നക്ഷത്രത്തിലുള്ള ആള് വേണം. വൃശ്ചിക മാസം തിരുവോണം വൃശ്ചിക മാസത്തിലെ തിരുവോണനാളൊക്കെ എവിടെ ചെന്ന് തപ്പാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ മെനക്കെട്ട പരിപാടി. ഒന്ന് ശ്രമിച്ചു. വൃശ്ചിക മാസത്തിലെ തിരുവോണം അത് ഇന്നാണോ? അപ്പൊ ഇന്ന് വേണം. കൊടുക്കണം. ഇന്നൊക്കെ ആരെ തപ്പി എടുക്കും എന്റെ സ്വാമി? ഗുരുതി കൊടുത്താൽ നിങ്ങൾക്ക് അഭിവൃദ്ധി മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. അതായത് ധനലാഭം. ഇതിപ്പോ എന്നാടാ ചെയ്യുന്നത്? ഇന്ന് തന്നെ വേണം. ആ മണിയനാണ്. എന്താണ് മണിയാ? ചായ എന്താണ് മണിയാ? ഞങ്ങൾ ഇവിടെ തല പോകഞ്ഞ് നിക്കുക. ഒന്ന് പൊക്കെ ഞങ്ങൾ ചായ ചോദിച്ചാ ഇപ്പം. ചായ ചോദിച്ചായിരുന്നു നേരത്തെ. ചായ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10-25 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നല്ലേ. നിങ്ങളോടൊക്കെ എനിക്ക് എന്ത് സ്നേഹമാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളു. അതുമല്ല ഞാൻ ലഡ്ഡും കൊണ്ടുവന്നതാ. എന്നാ കാര്യത്തിൽ? ഇന്ന് എന്റെ പിറന്നാളായിരുന്നു. എന്നാ കൊടുക്കും, മേടിച്ചോടെ പോടാ, എടുത്ത് പോ. കൈയിട്ട് അഴുക്കാക്കാതെ ഇങ്ങോട്ട് വൃശ്ചിക മാസത്തിലെ അല്ലേ? വേണോ? ഒരെണ്ണം എനിക്കൂടെ താ. അല്ല അപ്പൊ ഞാൻ ഒരെണ്ണം. ഇന്നത്തെ കേറിപ്പോ സ്വാമി എടുത്ത് സംസാരിക്കും. അതവിടെ വെച്ചിട്ട് പോടാ. വാ. കയ്യിലിരുന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയുവാണല്ലേ? കയ്യില് ലഡു അല്ലേ? ഉണ്ടല്ലോ, കയ്യിലുണ്ടല്ലോ. ഇന്ന് പിറന്നാളാ ഇത്. ഇന്ന് അവന്റെ പിറന്നാളാണോ? അതെ. ആ. പിന്നെ ഇന്ന് നാളെ തപ്പി വേറെ പോണം. ഇന്നത്തെ പിറന്നാൾ പറഞ്ഞ മനസ്സിലായോ? അയ്യോ, വൃശ്ചികത്തിലെ തിരുവോണം. അതവനാണോ? ഇനി അവനെ സ്നേഹിക്കടാ, സ്നേഹിച്ച് കൊണ്ടുപോടാ അവനെ. ആ മണിയൻ ഓക്കെയാണോ? ഓക്കെ. ഇവനെ കുരുതി കൊടുത്താൽ മതി. പിന്നെ കുരുതി കൊടുത്താൽ അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവൂ. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. നീ അവനെ സ്നേഹിക്കേ. നീ അല്ലടാ പറഞ്ഞത്, അവനെ പറഞ്ഞോടാ. ഇപ്പൊ മനസ്സിലായ ഭാഗ്യം കൈവശം ഉണ്ടായിരുന്നു. അവനെ സ്നേഹിച്ച് വിളിച്ചോട്ട് പാടി ചെല്ലേ. മണിയാ? അടിക്കാൻ വിളിക്കാണ്. അയ്യോ അല്ല, ഞാൻ തിന്നോളാം. അല്ല ബർത്ത്ഡേ അല്ലേ, ഞങ്ങളുടെ ഒരു സ്നേഹത്തിന് കഴിക്കി. ഞാനും കൊടുത്തില്ലടാ. എന്നെ ഇന്ന് വീട്ടിൽ ഞാൻ കൊല്ലി. ഞാൻ പറഞ്ഞെങ്കിൽ പായസം ഒക്കെ വെക്കാറുണ്ടല്ലോ. എന്തൊരു വഴക്കായിരുന്നു ഇവിടെ. അതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേടാ. ഇവനെ നല്ല ഒരു ഷർട്ടും മുണ്ടും ഇന്ന് മേടിച്ചു കൊടുക്കണം കേട്ടോ. ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകണം. എന്റെ വക ഒരു ചെലവുണ്ട് ഇവന്. ഒരു സിനിമയ്ക്ക് കൂടെ ഞാനിവിടെ കൊണ്ടുപോകണം. താങ്ക് യു. കൊല്ല്. അങ്ങനെ ചുമ്മാനൊന്നും കൊല്ലാൻ പറ്റത്തില്ല. അവനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവന്റെ ആത്മാവിനോട് അനുവാദം വാങ്ങണം. അവന്റെ അമ്മാവ് മരിച്ചു പോയെന്നല്ലേ ഇവൻ പറഞ്ഞു. അമ്മാവനല്ല, ആത്മാവ്. അവന്റെ ആത്മാവിനോട് അനുവാദം മേടിച്ചെങ്കിൽ അവനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. ഈ ആത്മാവിനൊക്കെ തിരക്കി ഇനി എവിടെ പോകും? വിളിക്കണം. ഈ പട്ടി ഞാൻ വിരിച്ചു കഴിഞ്ഞാൽ ഈ പട്ടിന് അപ്പുറത്തേക്ക് അവനെ കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവന്ന അവന്റെ ആത്മാവ് സമ്മതിച്ചെന്നർത്ഥം. ചെല്ലേ, ഞാൻ മന്ത്രം ചൊല്ലി വിരിക്കാം. അവനെ ക്യാൻവാസ് ചെയ്തു. മണിയാ, ആ ചൂലൊക്കെ അവിടെ വെക്കുന്ന ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. വാ. മണിയാ, പിന്നെ ഇത്ര നാളായിട്ട് എന്താ കല്യാണം കഴിക്കാത്തത്? എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നേ. അയ്യോ, ഒരു സൗണ്ട് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞു. ഞാനങ്ങനെ മതിലിയായി നേരെ അവിടെ ചെന്നപ്പോ ഒരു പട്ടി ചാടി ഓടി വന്ന് ഞാൻ പുറോട്ട ഓടി പറയുന്നത്. ചക്കര എന്തോ നീ വന്നേ. ചക്കര എന്നെ. ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇന്നാണ് പറഞ്ഞ പെണ്ണെ പ്രേമിച്ചൊരു പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് എന്തിനാ പട്ടിയെ കണ്ടോണ്ട് നീ ഓടുന്നേ? നീ ആ പെണ്ണിനെ സ്നേഹിച്ച് അവളുടെ അച്ഛനോട് പറഞ്ഞ അവിടെ കെട്ടിച്ചേർത്തില്ല. അച്ഛനൊരു ദിവസം എന്നെ അടിക്കാൻ ഓടിച്ചിട്ട് ഞാൻ മണിയാ ഇങ്ങനെ ഇത് നിങ്ങൾ നീട്ടിക്കൊണ്ടുപോവാ. മണിക്ക് ഇത്രേ ഉള്ളൂ. ഇതിനു വേണ്ടിയല്ലേ അങ്ങനെ പറ്റില്ല. അങ്ങനെയൊക്കെ എങ്ങനെ കൊല്ലും? ഇനി എന്ത് വേണം? ഇനി കൊല്ലണമെങ്കിൽ അവൻ സ്വയം സമ്മതിക്കണം.
എന്നെ കൊന്നുകൊള്ളുന്നു അവന്റെ വാ കൊണ്ട് പറയണം. എടാ, ഈ ഉമ്മ കിഴങ്ങ് വർത്താനം പറയല്ലോ. ഒരു മനുഷ്യൻ തന്നെത്താനെ നിനക്കൊക്കെ അഭിവൃദ്ധി വേണോ? വേണോ? ആണോ? ഒരു വർത്താനം പറഞ്ഞു. ഞാനങ്ങനെ ആപ്പുറം പറഞ്ഞില്ല. ഞാൻ ഭൈരവൻ കേട്ടോ. അല്ല സ്വാമിജി, അയാള് വന്നിട്ട് എന്നെ കൊന്നു എങ്ങനെ പറയാം? അങ്ങനെ ആരെങ്കിലും സമ്മതിക്കുമോ? അത് പറയിപ്പിക്കണം. നിങ്ങൾ എന്തെങ്കിലും മാർഗം വിചാരിച്ച് അവനെ കൂടെ പറയിപ്പിക്കണം. എന്നെ കൊന്നുകൊള്ളൂ എന്ന് പറയണം. പറ്റുമോ? പിന്നെ വേറെ കാര്യമുണ്ട്. അവന് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാ. അത് പണ്ട് പോലെ പറയുന്ന അവൻ കൊല്ലുന്ന പോലത്തെ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അതിനെ പോലെ അഭിനയിപ്പിച്ചാലോ, ആക്ട് ചെയ്യിപ്പിച്ചാലോ? ധൈര്യമായിട്ട് ഈ പണിയിൽ അവൻ വീണിരിക്കും. നമ്മൾ അറിഞ്ഞായിട്ട് ബാധിക്കരുത്. മണിയാ, എങ്കിൽ വന്നേ ഒരു കാര്യം ചെയ്യട്ടെ. നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമില്ലേ? അയ്യോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഇവൻ എന്നോട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ഇവന് സിനിമയിൽ അഭിനയിക്കാനുള്ള ഗ്ലാമർ ഇല്ലേ? പിന്നെ എന്നാ ചോദ്യം ഗ്ലാമർ ഒന്നും ഉണ്ടാവും. നീ പറഞ്ഞ ഒരു കാര്യം, ഒരു ഭാഗ്യം വന്ന് കേറിയേക്ക് ഇതുവല്ല അറിഞ്ഞോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 കൂടെ ഒരു പടം ഇവനെ വെച്ച് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാം. വലിയ പടമൊന്നും വേണ്ട, ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങാം നമുക്ക്. ആയിക്കോട്ടെ. ഈ ഷോർട്ട് ഫിലിമിന്റെ കഥ എന്താണ് എടുക്കാൻ? നമുക്കേ ഒരു സൈനികൻ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മരിക്കുന്ന ഒരു സൈനികൻ. ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞുതരാം. ഒരു ഡയലോഗ് ഒരു ബ്രിട്ടീഷുകാരൻ കൊല്ലാൻ വരുന്ന സമയത്ത് നിങ്ങളെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മരണം സ്വീകരിക്കണം. വാ, എന്നെ വന്ന് കൊന്നിട്ട് പോ, അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. തിരിച്ചോണ്ട് പറ. എന്നെ വന്ന് കൊന്നിട്ട് പോ, ഞാൻ സന്തോഷവാനാണ്. അടിപൊളി. നമുക്കൊന്ന് പറഞ്ഞ ചെയ്തൂടെ? ആ ബെഞ്ച് എടുത്തിട്ട് ബെഞ്ചിൽ കിടത്തിട്ട് അതിൽ കുഞ്ഞു കൊടുക്കാൻ കിടത്താം. അതിൽ കിടത്തി കൊല്ലാണല്ലോ. അവനെ പിടിച്ച് കിടത്ത്. നമുക്കേ മണിയാ അതൊന്ന് അഭിനയിച്ച് നോക്കിയാലോ? ആ സീൻ എങ്ങനെ സൂപ്പറായിട്ട് അഭിനയിക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കര വെറൈറ്റിയാണ് നമ്മുടെ സംഭവം. സ്വാതന്ത്ര്യ സമര സേനാനി ഈ ചുമന്ന പാട്ടിന്റെ മേളിൽ കിടക്കുകയാണേ. ഡയറക്ടർ സാർ, ഈ പിന്നെ തോക്ക് കിട്ടില്ല, വെട്ടുകത്തി മതിയാവും. എന്നെ വെട്ടിക്കൊല്ലാൻ വരിക. അങ്ങനെ വെട്ടിക്കൊല്ലാൻ വരുമ്പോ ആ ഡയലോഗ് പറയണം. കൈ ഒന്ന് കെട്ടണേ. കൈ കെട്ടാം. അതല്ല അതിന്റെ പഞ്ചെന്ന് പറയുന്നത്. കൈയാണ് നമ്മൾ മെയിൻ ആയിട്ട് കെട്ടി വരുന്നത്. കാരണം എന്താണ് അല്ല, നീ വലിയ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ നീ വേറെ സിനിമകളിൽ കൂടെ രക്ഷപ്പെട്ടു പോകില്ലേ? എന്നെ കൊന്നോളൂ, ഞാൻ സന്തോഷവാനാണ്. എന്ത് അറപ്പിക്കാതെ എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. നമ്മളോട് ഇത്രയും വർഷം നിന്നല്ലേ ഇവൻ. അതുകൊണ്ട് അവനോട് നമുക്ക് പറയാം നമ്മള് കൊല്ലാൻ പോവാന്ന്. അവനത് അറിഞ്ഞിട്ട് ചാവട്ടെ എന്ന്. വർത്താനം പറഞ്ഞ അറിഞ്ഞിട്ട് അവൻ ഇവിടെ സമ്മതിക്കുവോ? അവൻ അറിഞ്ഞിട്ട് സമാധാനമായിട്ട് മരിച്ചോട്ടെ. അവനിപ്പോ എന്തായാലും മരിക്കാൻ ഓക്കെ പറഞ്ഞല്ലേ? സന്തോഷം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. കുറ്റബോധം വരുന്നു. മണിയാ നീ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ നിന്നെ കൊല്ലാൻ പോവാ. എന്നെ കൊന്നോളൂ, ഞാൻ സന്തോഷവാനാണ്. അത് ഡയലോഗ്, ഷോർട്ട് ഫിലിമിലെ ഡയലോഗ്. അതല്ല, ഞങ്ങൾ ശരിക്കും കൊല്ലാൻ പോവാ. ശരിക്കും കൊന്നോളൂ, ഞാൻ സന്തോഷവാനാണ്. ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? അതെ. വൃശ്ചികത്തിലെ തിരുവോണല്ലേ? അല്ല. നീ ഞങ്ങൾക്ക് ലഡു തന്നില്ലേ? തന്നു. അപ്പൊ നിന്റെ ബർത്ത്ഡേ അല്ലേ? അതെ. വൃശ്ചികത്തിലെ തിരുവോണം അല്ല. പിന്നെ നിന്റെ നക്ഷത്രം ഏത്? എന്റെ നക്ഷത്രം അത് ചിങ്ങമാസത്തിലെ ആയില്യം, ഡിസംബർ 7-നാണ്. നേരത്തെ പറഞ്ഞ എന്റെ പിറന്നാളാന്ന് ഫേസ്ബുക്കിനകത്ത് ഇന്നത്തെ ഇതാ കിടക്കണേ. ഇന്നത്തെ ഡേറ്റ് ആണ്. ഒറിജിനലായിട്ട് എന്നാ ജനിച്ചത്? ഒറിജിനലായിട്ട് ഡിസംബർ 7-ന്. ഡിസംബർ 7-നോ? പോടാ പുല്ലേ. അതിൽ അപ്പോഴേ ഷോർട്ട് ഫിലിമിന്റെ ഞാൻ നന്നായിട്ടല്ലേ ഞാൻ നന്നായിട്ട് ചോദിക്കാനും പറയാനാണ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ കൊണ്ടു കൊടുക്കാൻ മുട്ട് മാറിപ്പോയി. പക്ഷെ അവനെ തന്നെ നമുക്ക് കൊന്നാലോ? അത് പറ്റില്ലെന്ന്. ചിങ്ങത്തിലെ ആയില്യം പറ്റില്ല. പറ്റില്ല. വൃശ്ചികത്തിലെ തിരുവോണം തന്നെ വേണം. നാണം ഉണ്ടോ? ഇത്ര എല്ലാം കാണിച്ചു വെച്ചാൽ ആർക്കോ നാണം? എനിക്ക് നാണോണ്ടാ, നല്ല നാണോണ്ടാ. വേറെ ആരെ വിളിച്ചതാണ് നാണോണ്ടാണ്. അതാര്? നാണോണ്ടാരാ? ചുമ്മാരി തമാശ കളിക്കരുത്. ഇത് ഭയങ്കരനായ മന്ത്രവാദിയാണ് ഭൈരവ സ്വാമികൾ. അല്ല, ഭൈരവൻ എന്നുള്ളത് അത് ഒഫീഷ്യൽ നെയിമാ. വീട്ടിൽ ഞങ്ങൾ ബെഡ്റൂമിൽ വിളിക്കുന്ന നാണുവണ്ണൻ. അല്ല, വീട്ടിൽ വിളിക്കുന്ന പേരാ നിങ്ങളുടെ ഭാര്യയാണ് ഇത്? അത് ഭാര്യ പെണ്ണുപിള്ളേ. ഇങ്ങോട്ട് വന്നേ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ എണീറ്റപ്പോ ഞാൻ അമ്പലത്തിൽ പോവും, അങ്ങോട്ട് വരണോന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പോഴല്ലേ ഒരു പൂജ വന്നാ ഞാൻ കൂടി ഇങ്ങോട്ട് പോകുന്നില്ലേ? ആണോ? എന്നാ അതുകൊണ്ട് പായസം കുടിക്കും. പായസം എന്താ സംഭവം? ഇന്ന് സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അതും മറന്ന്
ഇന്ന് അണ്ണന്റെ പിറന്നാളല്ലേ അണ്ണ? വൃശ്ചികത്തിലെ തിരുവോണ നാള്. കേട്ടോ, വൃശ്ചികത്തിലെ തിരുവോണനാളാ ഞാൻ. എന്റെ പിറന്നാളാ ഇത്. നമുക്ക് ആഘോഷിക്കാം. പായസം മാത്രം പറയും, ചിക്കൻ കറി വേണം. ചിക്കൻ കറി വേണോ? എന്താ പറഞ്ഞത്? വൃശ്ചികത്തിലെ തിരുവോണം. തിരുവോണം. വൃശ്ചികത്തിലെ തിരുവോണം ഇന്ന്. വീട്ടിൽ പായസം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പായസം മാത്രല്ലേ, സദ്യയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ ചേച്ചി ഒരു കാര്യം ചെയ്യ്. ഒരു കുറച്ചു പേർക്ക് കൂടുതൽ സദ്യ അങ്ങ് ഉണ്ടാക്കിയ നിങ്ങൾ എല്ലാവരും വരുമോ? കൊണ്ടുപോയി അപ്പൊ എല്ലാവരും വരണേ. നമ്മുടെ കളവെല്ലാം തീരും. 5 കോടി രൂപ തിരിച്ചു കിട്ടും. അയ്യോ അതെ, ദൈവമായിട്ട് കൊണ്ടുവന്നതാണ്. ഇവരെ ഇന്ന് ഞാൻ കുരുതി കൊടുക്കും. സത്യത്തെ നിങ്ങൾ ചെയ്യുന്ന പാവം കേട്ടോ. ചിരിച്ചുകൊണ്ട് പറയണം, നിങ്ങൾ എന്നെ കൊന്നോളൂ, എനിക്കതിൽ സന്തോഷമുള്ളൂ. പറ. അതെ കൊള്ളല്ലേ, ഞാൻ ഒരു കാര്യം പറയാം. അതെ, ഈ നരബലി എന്നുള്ളതേ അത് ഭയങ്കര പ്രശ്ന, ഭയങ്കര കുറ്റകരമാണ്. അത് നിയമമല്ലത്. നിയമം അല്ല, ദൈവമല്ലത്. എന്റെ ദൈവമേ, ഇപ്പൊ ഇവന്റെ വാക്കും കേട്ട ആ പാവപ്പെട്ട കൊന്നെങ്കിൽ ഞാൻ ജയിലിൽ പോകില്ലായിരുന്ന. നീ മാത്രം. അപ്പൊ ഞങ്ങളോ? എല്ലാരും അല്ലേ പോകുന്നത്? ഇന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞോളൂ, ഈ മന്ത്രവാദവും കോപ്പും കുറച്ചൊക്കെ ഒന്നും വേണ്ടെന്ന്. ഇവനെ പോലുള്ള കള്ള മന്ത്രവാദികളാണ് നരബലി, കോപ്പ്, കൊടച്ചക്കളെന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ മനുഷ്യനെ കുരുതി കൊടുക്കുന്നത്. ഇവരെയൊക്കെ വാരി വലിച്ച് ഇടിച്ച് നശിപ്പിച്ച് കുഴിച്ച് മൂടേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ ചെയ്യരുതെന്നോ? അത് ഭയങ്കര പാവാ. എന്നെ ജീവിക്കാൻ വിട്. നിന്നെ ഞങ്ങൾ ജീവിക്കാൻ വിടും. പക്ഷെ ജീവിക്കുന്നത് ഇവിടെ അല്ല, അങ്ങ് സെൻട്രൽ ജയിലില്ല. വിളിക്കടാ പോലീസിനെ. താര വിളയാട്ടത്തിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. മാസ്റ്റേഴ്സ്, ആർ യു റെഡി? താര വിളയാട്ടത്തിന് ആരെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്വാഗതം ചെയ്യാം ബൈജു മുക്കം. ശ്രീകണ്ഠ നായരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യോ? അതൊരു ചെയ്തിരുന്നു, ചെറിയ രീതിയിൽ. അതാണ് വന്ന് നിന്ന് പറ്റിയ ഈ ഒരു സാധനം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ആരെയാണ് ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത്? ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഒരു കോമഡി താരത്തിന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ കുതിരവട്ടം പപ്പു, കോഴിക്കോടിന്റെ. ഓക്കെ. അത് വേണേ കഴിഞ്ഞു പൈസ വീണിട്ടിട്ട് പെങ്ങളെ പറ്റിച്ച് ദുബായി പോയി. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളക്കടത്തി അവിടുന്ന് അറബിനെ പറ്റിച്ച് സ്വർണ്ണ ബിസ്കേറ്റ് കൗത്തിരിക്കാൻ പോയി വിലമിട്ടിട്ട് പെങ്ങളെ കയറ്റി എന്താ ഇവിടെ ഓടിച്ച് അവിടുന്ന് ഓടിച്ച് ക്ലച്ചും പോയി ബ്രേക്കും പോയി ക്ഷയം പിടിച്ച് പിച്ചക്കാര് നിൽക്കുമ്പോൾ ചികിത്സിക്കാൻ പൈസ ഇല്ലാക്കുമ്പോൾ നമ്മൾ വരും. പെങ്ങളിൽ വൈദ്യുതിക്കാൻ അപ്പൊ നമ്മളൊക്കെ പട്ടി കൊടുക്കും കൈ വെച്ച് അടിക്കലടാ. അടുത്ത നമ്മുടെ കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാറ് ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. വഖഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് എന്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ബന്ധപ്പെട്ടു പോയ പാവം എന്റെ അച്ഛനെ പറയുന്നതല്ലേ ഏട്ടായത്? അദ്ദേഹം എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ചെത്തുകാരന്റെ മാറ്റെന്ന് കേട്ടാ എനിക്കെന്തോ വായിക്കളിയോ എന്നാണോ ധാരണ? അത്തരം ഓലപ്പാപ്പിനെ ഒന്നും കാട്ടി ഇങ്ങോട്ട് വരട്ടല്ലോ കേട്ടോ. അത്തരം വരട്ടല്ലോ ബലവേഷല്ലോ വഴങ്ങി കൊടുക്കുന്നയാളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾക്ക് നല്ലത്. എന്തിനു വെറുതെ. അടുത്ത് ചെയ്യാൻ പോകുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ്. സത്യം പറഞ്ഞ ഏതാണ്ട് ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏതോ ഒരു സോളാറിൻ്റെ പേരിൽ ഒരു സ എന്ന് പേര് വെച്ച ഒരു പെണ്ണിനിറക്കി ഒരു മുഖ്യമന്ത്രിയെ അവഗണിച്ച അതേ താര സംഘം ഇന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ഒരു സോ എന്ന പേര് വെച്ച പെണ്ണിനിറക്കി ഒരു സ്വർണത്തിൻ്റെ പേരിൽ അവഹേളിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ പറയാനുള്ളത്, 1 തുടങ്ങി അങ്ങ് 3 വരെ അങ്ങ് കയറിപ്പോകും. അതുകൊണ്ട് അടുത്ത് വരാനുള്ള മുഖ്യമന്ത്രിയെങ്കിലും ഒന്ന് കരുതിയിരുന്ന തൽക്കാലം ഇതൊന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് അത് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. ഓക്കെ, നമ്മളപ്പോ അടുത്ത പെർഫോമൻസ് നമുക്ക് കാണാം. അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗ മോഡുലേഷൻ. ശരി. സത്യത്തിൽ ഞാൻ വിവാഹം ചെയ്യണമെന്ന് തീരുമാനിച്ചാലായിരുന്നില്ല. എന്നാൽ എം.എൻ. ഗോയൻ നായരുടെ നാമോദയത്തിലുള്ള CPIയുടെ ഓഫീസിന്റെ മുറിയിൽ രോഗബാധിതനായി കിടന്ന മുകുന്ദ സാറിനെ കാണാൻ ഞാൻ ചെന്നപ്പോ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ രോഗബാധിതനായി കിടന്ന അദ്ദേഹത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്ത സഖാക്കളായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോ അത്തരം കാര്യങ്ങൾക്കൊന്നും സഖാക്കളെ
പ്രയാസപ്പെടുത്താൻ പാടില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ 42ാമത്തെ വയസ്സിൽ വിവാഹിതനായി. ഇനി അടുത്ത ആരുടെ നമുക്ക് അടുത്ത് ശ്രീ സലീം കുമാർ. ഓക്കെ, സലീമേട്ടന്റെ വോയിസ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഹായ്, എന്താ പരിപാടി? പുറത്ത് എല്ലാ വെല്ലുവിളി പച്ചയും തള്ളവർ ചെറുവര് ചൂടുവർ ചൂടാത്തവരിൽ മുച്ചാത്തവർ നടവിൽ എല്ലാ പച്ചയ്ക്കും വെടിക്കേണ്ട പരിപാടിയാണല്ലോ. ഏത് വരില്ല എപ്പോഴാ നിറച്ചോട് പറയാൻ പറ്റില്ലോ. ഓക്കെ, ഇനിയുണ്ടോ? ഇനിയില്ല. കൊള്ളാം, അത് പൊളിച്ചു. പക്ഷെ ഞാൻ തരും. താര തിരുമറി. ഓക്കെ, ഏറ്റുമുട്ടാൻ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, എങ്കിൽ ഡയലോഗ് കേട്ടോളൂ. ഓക്കെ. ഈ What a bombastic explosion! Such a terrific discourse! മുൻപിൽ ഒരു മൈക്കും മൈതാനവും പുരുഷാരവും കൂടി വേണ്ടിയിരുന്നു ജോസഫ്. You could have scored them. Scored like hell. അയ്യോ, മുഖ്യമന്ത്രിമാരുടെ മുഖതാവിന് മുൻകൂർ അനുവാദം വാങ്ങിയിരുന്നു സാർ. ഡയലോഗ് കേട്ടല്ലോ. ഏതാ സിനിമ എന്ന് മനസ്സിലായോ? സിനിമ കമ്മീഷണർ. ദ കിങ്. ശരി, ആരെ പറഞ്ഞേക്കുന്നറിയോ? അത് മുരളിച്ചേട്ടൻ. നമ്മളിവിടെ പറയേണ്ട വേറെ വോയിസിലാണ്. ഗഫൂർ ക ദോസ്ത് എന്ന് പറഞ്ഞ ആരെയായിരിക്കും ആദ്യം ഓർമ്മ വരിക? ഗഫൂർ ക ദോസ്ത് എന്ന് പറയുമ്പോ മാമുക്കോയ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ പറയാം. അതെ, പറ്റില്ലേ? നോക്കാം, ഒരു ശ്രമം നടത്താം. അത്രേ ഉള്ളൂ. ഒരു മൈതാനവും കുറെ ഹംക്കളും അന്ന് നമ്മൾ പറഞ്ഞോളൂ. എവിടെ ഏത് വേറിനുള്ളിൽ പോയി വിളിച്ചാലും ഒരു പോരാളിയുടെ കൂറോടെ നമ്മൾ തേടി പിടിക്കും. പരിരക്ഷിക്കാനല്ല, ശിക്ഷിക്കാൻ. അന്ന് എന്റെ കരുത്തിന്റെ കാക്കിലിട്ട് ചവിട്ടിയെടുക്കാൻ ആദ്യം നമ്മൾ തീർന്നെന്തായിരിക്കും അറിയാർക്ക്? അന്റെ തലക്ക് മുകളിൽ അന്നോളം ഈ കാത്തു സൂക്ഷിച്ചോളം, പരുക്കില്ലാതെ. അടിപൊളി, ഫാന്റാസ്റ്റിക് ബോംബാസ്റ്റിക് പെർഫോമൻസ്. ഇപ്പോഴാണ് കിട്ടുക. അപ്പൊ മാസ്റ്റേഴ്സിനോട് നമുക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, മാസ്റ്റേഴ്സ്. ഇക്ക ബൈജു സർ, മുക്കത്ത് ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ആലഞ്ചേരി തമ്പ്രാക്കള ഷൂട്ടിങ്. ആ സമയത്തൊക്കെ ബൈജു അവിടെ ഉണ്ടോ? ആ ടൈമിലുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഷൂട്ടിങ് വിട്ടതൊന്ന് കണ്ടിങ്ങനെ പോകും. അതെന്തിട്ട് അത്ര ബോറായിരുന്നു? അത് അല്ല, ബോറല്ല. പിന്നെ അതായത് നിന്നിട്ട് കാര്യം ചാൻസ് കിട്ടൂലല്ലോ. പിന്നെ ചാൻസ് കിട്ടാൻ മാത്രമല്ല, ഞങ്ങളുടെ അഭിനയം കണ്ടിട്ട് ഓടിപ്പോയതാ. ചെയ്തല്ല ശബ്ദങ്ങൾ ഉഗ്രനായിരുന്നു. താങ്ക് യു സർ. പിന്നെ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നല്ലൊരു കോമഡി താരമുണ്ട്. അതെ, ഞാൻ 2-3 ലക്ഷം വെച്ച് അങ്ങോട്ട് പോകുന്നു. ആദർശിക്ക് ഏതായാലും ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ പടത്തൊരു ചെറിയൊരു വേഷം കിട്ടുമെന്നില്ല. അവിടെ ഒന്നും വെച്ചില്ല. ഈ ചെയ്ത സ്റ്റാർസിൻ്റെ ഒക്കെ ശബ്ദം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ വേദിയിൽ, അതായത് കോമഡി മാസ്റ്റേഴ്സിൽ ഇപ്പോൾ വന്ന് പെർഫോം ചെയ്തതിൻ്റെ പേരിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. ആരെങ്കിലൊക്കെ, ഇപ്പം ഞാൻ മാത്രമല്ല, ആരെങ്കിലൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലൊക്കെ അവസരം തരും ഉറപ്പായിട്ടും. ബൈജു നന്നായിരുന്നു ചെയ്ത സ്റ്റാർസും അതുപോലെ തന്നെ പ്രസന്റേഷൻ. ബൈജുവിൻ്റെതായ ഒരു ശൈലിയുണ്ട്. അതാണ് ഇപ്പോൾ ഇക്ക പറഞ്ഞ ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈ കാരിക്കേച്ചറൊക്കെ ചെയ്യുന്ന പോലത്തെ ആ ഒരു ശൈലിയിലായിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിത് കാണുമ്പോൾ ഭയങ്കര പുതുമയും ഒരുപാട് രസവും തോന്നിയിട്ടുണ്ട്. പ്രസൻറ്റേഷൻ ഹ്യൂമറിലാണെങ്കിലും ആർട്ടിസ്റ്റിലേക്ക് കടന്നു കഴിയുമ്പോൾ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്ത്, പ്രത്യേകിച്ച് പപ്പുവേട്ടൻ്റെ ശബ്ദം. കാരണം അദ്ദേഹത്തെ അനുകരിച്ച് പലരും കണ്ടു. പക്ഷേ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നല്ല പവർഫുള്ളായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ബൈ. കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുക്കത്തെ ഈ പറഞ്ഞ പോലെ മിമിക്രിയുടെ രാജകുമാരൻ തന്നെയാണ്. ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ ബൈജുന്. ഓൾ ദ ബെസ്റ്റ്. ഈ ബൈജു ഭയങ്കര നിഷ്കളങ്കനാ. നിങ്ങൾ സംസാരിക്കുമ്പോൾ വേറെ ആളും സ്റ്റാർസിലേക്ക് വരുമ്പോൾ ഈ പക്രു പറഞ്ഞ പോലെ എൻറ്റയർലി ഡിഫറെന്റാ. വേറൊരു സംഭവത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അസാധ്യമാണ്. എനിക്ക് ജാഫർഖാനൊക്കെ തോന്നുന്നു. കാരണം ജാഫർഖ ഇതുപോലെ തന്നെ നടന്മാരെ അന്വേഷിക്കുമ്പോൾ വേറെ ആളാവും. സാധാരണ സംസാരിക്കും പുള്ളി തനി തൊടുപുഴക്കാരനായിരിക്കും. പ്രോഗ്രാമിന് പോകാറുണ്ട്. അപ്പൊ സ്റ്റേജിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഞാൻ ആങ്കറിംഗ് ഒക്കെ ചെയ്യും. ഇപ്പൊ ആങ്കറിംഗ് ഉണ്ട്. ഒരു അവതരണം ഒന്ന് കാണിച്ചാൽ എങ്ങനെയായിരിക്കും ബൈജുവിന്റെ സ്റ്റൈലിൽ? കോമഡി മാസ്റ്റേഴ്സിനെ കുറിച്ച് ഒന്ന് പറയണത്. പ്രിയ കലാസ്വാദകരെ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കോമഡി മാസ്റ്റേഴ്സ് ആണ്. എല്ലാ പ്രിയ കലാസ്വാദകരെയും ഞങ്ങൾ ഹൃദയമായി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേറെ ആളാവാണ്. അത് ഭയങ്കരമുണ്ട്. അത് വേഷപ്പകർച്ചയാണ്. വേറെ ആളിലേക്ക് മാറുകയാണ്. സൗണ്ട് ഒക്കെ മാറി. സൂപ്പർ. താങ്ക് യു. ബൈജു പാട്ട് പാടുവോ? പാട്ട് അത്ര ബേസിക് ഇല്ല. ചെറിയ എന്തെങ്കിലും മൂളിപ്പാട്ടൊക്കെ പാടും. എന്തെങ്കിലും ഒരു വരി 2 വരി പാടിയ. ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടട്ടൻ തീരെ കിടപ്പിലല്ലേ, കുട്ടട്ടൻ നമ്മക്ക് ഗുടപ്പിറപ്പല്ലേ,
കുട്ടാട്ടനില്ലാത്തോരോണം വേണ്ട. അല്ല ബൈജു അസാധ്യ കലാകാരനാണ് കേട്ടോ. താങ്ക് യു സാർ. ബൈജു സ്കിറ്റ് കളിക്കാറുണ്ട്. സ്കിറ്റ് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ചില വേദിയിലൊക്കെ ചെയ്തിട്ടുള്ളൂ. സ്കിറ്റിനകത്ത് ബൈജു ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയി വരട്ടെ, വാക്ക് പൊന്നായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാർ. നന്നാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ അടുത്ത് വന്ന് കണ്ടോട്ടെ കേട്ടോ. ആള് തീർച്ചയായിട്ടും. എന്നാലും അടിപൊളിയായിരുന്നു. കാരണം എൻ്റെ അടുത്ത് വന്നപ്പോൾ പോലും പെർഫോം ചെയ്തപ്പോഴും ഞാൻ അങ്ങോട്ട് സംസാരിച്ചപ്പോഴൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ കാണിച്ചില്ല. സാധാരണ ആൾക്കാർ വരുമ്പോൾ എൻ്റെ അടുത്ത് മിണ്ടത്തില്ല, എല്ലാം അങ്ങോട്ടേക്കേ മിണ്ടുള്ളൂ. എൻ്റെ അടുത്ത് മിണ്ടി, എനിക്ക് സന്തോഷം. നമ്മുടെ ആർട്ടിസ്റ്റ് മണികണ്ഠനല്ലേ, മറ്റേ കമ്മിറ്റി പടത്തിലെ മണികണ്ഠന്റെ ബോഡി ലാംഗ്വേജും അത് ഹ്യൂമർ ലൈനിലുള്ള സാർ. കൊള്ളാം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടാ നമുക്ക് പോകുന്നതിന് മുമ്പ് ഗിഫ്റ്റും കൂടെ ഒന്ന് കൊടുത്താലോ? ശരി, 2 ഗിഫ്റ്റും കൂടെ ഉണ്ട്, അതും കൂടെ ഞങ്ങൾ തരാം. ഓക്കെ. ലണ്ടൻ ക്ലാസിക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം, അതോടൊപ്പം തന്നെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന മറ്റൊരു സമ്മാനം. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റർ തൽക്കാലം ഒരു ബ്രേക്ക് കിട്ടും. ബ്രേക്ക്. ഒരു കാര്യം ചോദിക്കാൻ വേറെ ഒന്നും വിചാരിക്കരുത്. ദൈവത്തോട് കടം ചോദിക്കലേ തരികയില്ല ചായ. കടം ചോദിക്കാനല്ല, നിങ്ങൾ ഈ ട്രെയിൻ ഉണ്ടായ കാലം തൊട്ട് ഈ ചായ കച്ചവടക്കാര് ചായ അവിടെ അവിടെ ചായ ഈ ഒരു ഒറ്റ ടോണിലുള്ള ഈ കച്ചവടം ചെയ്യണത് തന്നെ. അതെന്താ കാര്യം അറിയോ? ഉദാഹരണത്തിന് ഇതാണ് പ്രശ്നം. ഈ ടോണിൽ പറഞ്ഞ ആരെങ്കിലും ചായ വാങ്ങിക്കോ? ഇല്ല. നീ വാങ്ങിച്ചോ? ഇല്ല. ഇതാണ് ഞങ്ങൾ ഒറ്റ ടോണിൽ പറയണത്. ചായ കാപ്പി പടയ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ഒരു ദിവസം അകത്ത് കിടക്കുന്ന അതിനേ ഉള്ളൂ. ഇതൊക്കെ എന്റെ പൊന്നു കഴിഞ്ഞാൽ കൊല്ലത്താണ് കോടതി സ്ഥിതി ചെയ്യുന്നതെന്ന്. കൊല്ലത്താണ് കോടതി പോവായിരിക്കും. ഇല്ല, ഞങ്ങൾ 3 പേരും കൂടെ മ്യൂസിയത്ത് പോയിട്ട് അതുവഴി കോളം ബീച്ച് വഴി ഒന്ന് കറങ്ങാൻ പോവുകയാണ്. ആണോ സാറേ? എന്നാ സാറേ കേസ്? കണ്ടറിയാൻ വേണ്ട, അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയേ. പീഡന കേസാ. ഓ, നീയാണല്ലോ കോടതി. ഞാൻ ചിലപ്പം പാസിലാകും. ഒരു വനിതാ കോൺസ്റ്റബിളേക്കോ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് 1 ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചോളൂ. വേറെ ഒന്നും കേട്ടില്ലായിരുന്നു. ചായ ചൂട് ചായ പടയ, ചൂട് ചായ പടയ. സാറേ, 1 ഗ്ലാസ് ചായ കുടിച്ചാലോ? എന്റെ മഞ്ജുഷേ, നീ ഇതെവിടെ പോകുന്നു? അല്ല, എന്നെ വിളിച്ചു. നീ അങ്ങോട്ട് മഞ്ജുഷേ, ഇത് എന്നെ തള്ളിക്കൊണ്ട് ഇവിടെ പോകുന്നു. പിന്നെ ഇവിടെ മാറി നിൽക്കാൻ പറഞ്ഞു. നീ എവിടെ മഞ്ജുഷേ, ഈ റെയിൽവേ സ്റ്റേഷനിലെ ചായയും പടയും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ടാവും. മനസ്സിലായല്ലോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ കോടതി ഹാജരാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് നമുക്ക് അവിടെ ആഹാരമൊക്കെ കഴിച്ച് സെറ്റ് ആവാൻ. എന്താ മഞ്ജുഷ? പറ്റൂല സാറേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശപ്പുണ്ടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, മഞ്ജുക്ക് നല്ല വിശപ്പുണ്ടോ? ഒരാള് വിശന്ന് കരയുമ്പോഴത്തേന് എക്സർസൈസ് ചെയ്യുന്നു. ഒരു കിടന്ന് എക്സർസൈസ് അല്ല. ഈ പോക്കറ്റ് ആയിട്ട് ഒരു ചോക്ലേറ്റ് എടുത്താണ്. ചോക്ലേറ്റ് സാറിന് എടുക്കാൻ പറ്റത്തില്ലേ? സാറ് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടാ നടക്കുന്നത്. ഇത് വെറും ചോക്ലേറ്റ് അല്ല. ആ ചോക്ലേറ്റ് അകത്ത് മയക്ക് വരുന്നുണ്ട്. അത് ബോധം കെടുത്തിട്ട് ഏതാണ്ടൊക്കെ ചെയ്യാനുള്ള പരിപാടിയല്ലേ. ഒരുവിധം സാറേ, ഈ ചോക്ലേറ്റ് തിന്നാലും എനിക്ക് വിശപ്പടങ്ങൂല. നല്ല വിശപ്പുണ്ട് സാറേ. അതിപ്പോ എന്തോ ചെയ്യും? ഒരു ചായ, ഒരു ചായ. പൈസ ഇല്ല. നേരത്തെ ഒരു വാതിൽ ചവിട്ടപ്പോൾ നനങ്ങിയില്ലേ, അതേപോലെ ഒന്ന് പോയാണ്. സാറൊക്കെ ഇത് ലഡു 4 ലഡു ഉണ്ടല്ലോ. 2 ലഡു എടുത്താൽ മതി. മഞ്ജുഷ, മഞ്ജുഷ ഈ ലഡു കഴിച്ചാൽ മഞ്ജുഷയുടെ വിശപ്പും മാറും, പശുവിന്റെ കടിയും തീരും. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. സാറിത് എന്ത് കാണിക്കും സാർ? എന്നെ കോടതി കൊണ്ടുപോകും. സമയം പോകുന്നു. നിന്നെ കോടതി കൊണ്ട് പോവാടേ. പിന്നെ മഞ്ജുഷ, എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഇവന്മാര് പക്കാ ക്രിമിനലുകളാണ്. ഇവിടുത്തെ ഒന്ന് സംസാരിക്കാൻ നിൽക്കല് കേട്ടല്ലോ. പിന്നെ ഞങ്ങൾ അത്രയ്ക്ക് വലിയ ക്രിമിനലൊന്നും അല്ല. ഓ, പിന്നെ കള്ളനോട്ടടിക്കുന്ന ഭയങ്കര പ്രശംസയേറിയ കാര്യമല്ലേ? പിന്നെ ഇവൻ എങ്ങനെ പൊക്കി? മാഡം, ഞാനും എൻ്റെ ഒരു പാർട്ട്ണറും കൂടെ ചേർന്നാണ് ഈ പരിപാടി തുടങ്ങിയത്. ഈ വെള്ള പേപ്പറിനകത്താണ് ഈ നോട്ട് അടിക്കുന്നത്. നോട്ടടിച്ച് വന്നപ്പോൾ വെള്ള പേപ്പർ അങ്ങ് തീർന്നു പോയി.
പിന്നെ ന്യൂസ് പേപ്പറിനകത്ത് ഞങ്ങൾ അടിച്ചത് ഒരു 500 നോട്ട് കൊണ്ട് കടയിൽ കൊടുത്തു. ഫ്രണ്ടില് ഏതോ സമരത്തിന്റെ ഒരു പടവും, പുറകില് ചരമക്കോളവും. അപ്പൊ തന്നെ പിടിച്ചകത്തിട്ട് പാർട്ണർ ഒറിജിനൽ നോട്ടായിട്ട് ബോംബെക്ക് പോയി. അപ്പൊ അവൻ ഭയങ്കര ബുദ്ധിമാൻ, നീ ആണ്ട മണ്ടായി, ലോക മണ്ടായി. ഞാൻ ഇരിക്കട്ടെ സാർ, ഇരിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വന്നാണ് സാറേ. ഓ എനിക്ക് മഞ്ജുഷേ അല്ല, പിന്നെ വയറ്റിനകത്ത് എന്തോ ഒരു ഇളക്കം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പഴകിയ ലഡു. അത് പഴകിയ ലഡു ഒന്നും അല്ലടാ, അത് ഞെട്ടിപ്പ് കളങ്ങിപ്പോയല്ലോ. അതെ മഞ്ജുഷ, ഞാൻ ഇവിടെ കാര്യം പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അല്ല, ഞാൻ എന്നെ എവിടെ മാറി? നീ എന്നെ വിളിച്ചോണ്ട് പിന്നെ അങ്ങോട്ട് മാറി. മഞ്ജുഷ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവനെ നേരെ കോടതി ഹാജരാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്കൊരു റൂം എടുത്ത് മഞ്ജുഷയ്ക്ക് ബാത്റൂമിലൊക്കെ പോയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് വന്നൂടെ? അപ്പൊ പശുമാരായിട്ട് വിത്തുകളെയല്ലേ? പറ്റൂല സാർ. പിന്നെ പോയിട്ട് വാ മഞ്ജുഷ. എവിടെ പോകുന്നു സാറേ? മഞ്ജുഷ ബാത്റൂമിൽ പോയിന്ന്. അത് മഞ്ജുഷയിലല്ല, മഞ്ജു വാര്യരൊന്നുമില്ലേ പോയി? എനിക്കവള് മഞ്ജു വാര്യരാണ്. എന്താ സാറിന് ഒരു ഇളക്കം? ഞാൻ കൊറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നു. പ്രേമമാണല്ലേ? പ്രേമം മാത്രമല്ല, എനിക്ക് അവളെ കല്യാണം കഴിച്ച് കുടുംബജീവൻ നയിക്കാനും വളരെ ആഗ്രഹമുണ്ട്. ഉള്ളത് പറയല്ലോ, നല്ലൊരു പെൺകുട്ടിയാണ്. സത്യം മാഡം ആരായാലും ഒന്ന് കൊതിച്ചു പോകും. അതിരിക്കട്ടെ, അത് അറിയാവോ അവർക്ക്? അവക്കറിയത്തില്ല. മാഡത്തിന് അറിയത്തില്ല? അയ്യോ, തുറന്ന് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. ഇടോ, തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമല്ലെന്ന് പറയാൻ ഞാൻ ചമ്മി പോവില്ലേ? അത് മനസ്സിലുള്ള കാര്യം തുറന്ന് പറയണമെന്ന്. എനിക്ക് എങ്ങനെ? പ്രേമിച്ചിട്ടില്ല മുമ്പല്ലേ? ഒരിക്കലും പ്രേമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പുരുഷനെ സ്ത്രീ ഇഷ്ടപ്പെടണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മളിൽ വേണം. പൊറോട്ട, കിഴങ്ങ്, മുട്ട. അതല്ല, ഒരു കലാകാരനാകണം, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും സാറ് കലാകാരനാണോ? ഓക്കെ, അതിനകത്ത് നമുക്ക് പിടിക്കാം. അല്ല, ഒന്നും അറിയത്തില്ല. പടം വരയ്ക്കുവോ? പടം അത് മതി, അതിനകത്ത് വീഴും. കൈ വരയ്ക്കുമ്പോ പറ്റത്തില്ല. ഇല്ല. അപ്പൊ ഈ റൊമാൻറ്റിക് ആകാൻ അറിയാമോ? അതെന്തോന്ന് സാറേ? ഞാൻ പറയുന്നേ, നീ ഇതിനു മുമ്പ് പ്രേമിച്ചിട്ടുണ്ടോ? എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു സാറ്. സത്യം? അതാണ് ഇത്ര പ്രാവീണ്യം നിനക്കിതില്. അപ്പൊ ഞാൻ അവള് വരുമ്പോ എന്തോന്നൊക്കെ പറയണ്ടെന്ന് എനിക്കെന്ന് ആലോചിക്കണം. താനൊരു പ്രതിയാണെന്നോ ഞാനൊരു പോലീസുകാരനാണെന്നുള്ള പരിഗണന വേണ്ട. ഇക്കാര്യത്തിൽ താങ്കളാണ് എന്റെ ഗുരു. എന്നെ ശിഷ്യനായിട്ട് അങ്ങ് സ്വീകരിച്ചാലും എന്റെ ഗുരുവേ. നോക്കട്ടെ സാർ, എനിക്കൊന്ന് ആലോചിക്കണം. കിട്ടിയാ? ഇപ്പൊ മാഡം വരുമല്ലോ. ഈ മാഡം വരുന്ന സമയത്ത് സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. വന്നില്ലെങ്കിൽ ഞാൻ ചമ്മൂലേ? സാറിനോട് ഇഷ്ടമുണ്ടെ തീർച്ചയായിട്ടും വന്നിരിക്കും. ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ. പോലീസുകാരുടെ സ്വഭാവം കാണിക്കാതെ സാറേ, പിന്നെ സ്നേഹത്തോടെ റൊമാൻറ്റിക് മൂഡിൽ വേണം അത് ചോദിക്കാനായിട്ട്. മനസ്സിലായില്ലേ? ഏത് സിനിമയ്ക്ക്? ഇപ്പൊ സുരേഷ് ഗോപിയുടെ പടം ഉണ്ടല്ലോ. അല്ല മേഡം, അത് കേട്ടോ. പറയാം സാറേ. ഇതെന്തൊരു നാറ്റാ ഈ ബാത്റൂം. അയ്യോ, അങ്ങോട്ട് പോവാനൊന്നും പറ്റൂല. ആരെങ്കിലും ബക്കറ്റ് ഒന്ന് എവിടെ പോന്നു? ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ. ഇത്ര ബുദ്ധി ഇല്ലയോ സാറേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, റൊമാൻറ്റിക് മൂഡില് സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്ക്. റൊമാൻറ്റിക് എന്തോ റൊമാൻറ്റിക്? നീ ഇതെവിടെ പോകുന്നു? സാറല്ലേ വിളിച്ചോണ്ട് വന്നത്? ഇത് നഴിച്ചു വെക്ക സാറേ. എന്നിട്ട് നിനക്ക് ഓടിക്കളയാനല്ലേ? നീ പോ, ഞാൻ സംസാരിച്ചോളാം. ഇത് എന്നെയും മരിച്ചോളൂ. നീ ഇവിടെ പോകുന്നു? സാറല്ലേ മാറി നിൽക്കാൻ പറഞ്ഞു. വേണ്ട, ഞാനും പൊക്കോളാം. നമ്മക്കേ ഇവനെ കോടതി ഹാജരാക്കിട്ടെ വരുന്ന വഴിക്ക് പാപ്പം കണ്ടാലോ? അയ്യോ, പാപ്പൊക്കെ കൊച്ചുങ്ങൾ കഴിക്കുന്നില്ല, നമ്മൾ കാണുന്ന എന്തിനു സാറേ? ജീവമരണം പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. നടക്കൂലെന്ന് കൊച്ചുകുട്ടികളുടെ അവർക്ക് അറിഞ്ഞൂടെന്ന്. സുരേഷ് ഗോപിയുടെ ആരുടെ? സുരേഷ് ഗോപിയുടെ. സുരേഷ് ഗോപിയുടെ എന്തോ പാപ്പം ഒരു ചായ. സാറേ, ഇതൊന്നും അഴിച്ചുവിടും സാറേ. ഇതൊന്നും നടക്കൂല, അവൾ നടക്കത്തില്ല. പ്രശംസ പെണ്ണുങ്ങൾക്ക് എത്ര ഇഷ്ടമെന്നറിയാം. അപ്പൊ അതുകൊണ്ട് സാർ പറയേണ്ട കാര്യം, ഇതില് ഈ വസ്ത്രത്തിൽ കാണാൻ എന്ത് രസമാണെന്ന് അറിയാമോ? അപ്പൊ ഓക്കെ ആവൂല്ലേ? ഓക്കെ, ശരി ഗുരു. ഓ, താങ്ക് യു. ഞാനല്ലേ പറയുന്നത്. അങ്ങോട്ട് പോയാണ്. ഓക്കെ. മഞ്ജുഷ, മഞ്ജുഷ ഈ വസ്ത്രത്തിൽ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ? ഈ കാക്കി വേഷത്തില് എന്ത് മണ്ടത്തരാ സാറേ പറയുന്നത്? എന്നെ മണ്ടാന്ന് വിളിച്ചതാ. പിന്നെ മണ്ടത്തരം കാണിച്ച മണ്ടാന്ന്. പിന്നെ ഞാൻ പറയുന്ന ഒരു ഡയലോഗ്, 5 ഡയലോഗ് റൊമാൻറ്റിക് മൂഡിൽ അങ്ങ് തട്ടിയേക്കണം. സുഖ ദുഃഖ സമ്മിശ്ര ജീവിതത്തിന്റെ ഇടനാഴിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ പേടിയുണ്ടെങ്കിൽ എന്റെ കുടക്കീഴിൽ കേറും പ്രണയ സഖി.
തനിക്കങ്ങ് പ്രേമിച്ചൂടെ? എന്നാലും പണയാൻ അറിയത്തില്ലല്ലേ? പോലീസാന്ന് പറഞ്ഞ് നടക്കുന്നു. ഒന്ന് ശ്രമിച്ചു നോക്ക് സാറേ. സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിന്റെ വഴിത്തറയിൽ ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണെങ്കിൽ എന്റെ കൂടെ ഇണയൊരു പ്രിയ സഖി. മഞ്ജുഷേ, സുഖ ദുഃഖ ഷമ്മിത്തരകന്റെ വീട്ടിന്റെ സൈഡിൽ കൂടെ എത്ര ഞാൻ പറഞ്ഞു വന്നു. ശരിയാക്കാശാനെ, എത്ര വട്ടം ഞാൻ പറഞ്ഞു. ശരിയായി പറയാശാനെ. സുഖ ദുഃഖ സമ്മിശ്ര ജീവിതത്തിന്റെ ഇടനാഴിയിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ട്. കേറാമോ? എന്തോന്ന് കാണിച്ചു? സോറി സാർ. സോറി. അല്ല ഞാൻ പറയാം സാർ. പറ. ഇഷ്ടം പറഞ്ഞ പോരെ. ഓക്കെ മാഡം, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് മാഡത്തിന് ഭയങ്കര ഇഷ്ടമല്ല. സാറിന് മാഡത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. സോറി പെങ്ങളെ, ഞാൻ ഒന്നും പറഞ്ഞില്ല. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. വീട്ടിൽ വന്ന് അല്ലേ സാറേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. സാറിന്റെ വായിൽ നിന്ന് ഇത് കേൾക്കാൻ ഞാൻ എത്ര നാളുകൊണ്ട് കൊതിച്ചിരുന്നോ. എന്റെ പൊന്നു മാഡം, ഉള്ളത് പറയാലോ. നിങ്ങൾ തമ്മിൽ എന്തൊരു ചേർച്ചയാണെന്ന് അറിയാം. രണ്ടുപേർക്ക് സർക്കാർ ഉദ്യോഗസ്ഥം, പിന്നെ കല്യാണം കഴിഞ്ഞ പിള്ളേര്, പെൻഷൻ, അങ്ങനെ സുഖമായിട്ട് കഴിയരുതോ? സത്യം പറയാലോ. കയ്യൊക്കെ കൊടു ആട്ടോട്ട്. സത്യം പറഞ്ഞ ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, പിന്നെ ഇതൊരു പൂന്തോട്ടമാണ്. ആ കേൾക്കുന്നത് ട്രെയിനിന്റെ കൂവലല്ല, പിന്നെ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് സമ്മതം നൽകുന്ന കുയിലമ്മയുടെ നാദമാണ്. അത് നിങ്ങളുടെ ഈ അനുരാഗ സമയത്ത് നിങ്ങൾക്ക് ചുറ്റും ഈ ഞാൻ ഒരു പൂമ്പാറ്റയായിട്ട് പറക്കട്ടെ സാർ. പറന്ന് പാറി പറക്കന്റെ പൂമ്പാറ്റേ. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. പൂമ്പാറ്റയുടെ വലത്തെ ചിറക് ഒടിഞ്ഞിരിക്കുക. ഒന്ന് അഴിച്ചു. ആ ചിറക് ഞാൻ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്ത് പറത്ത് വിടാൻ. പൂമ്പാറ്റേ, അയ്യോ, ഒന്ന് പാറി പറന്നാ മതി എന്റെ പൂമ്പാറ്റേ. ഭാഗ്യവാനാണ് സാർ. മഞ്ജുഷേ, ഒരുവിധം ഒപ്പിച്ചു വന്നപ്പോഴാണ് പോയ സാറേ, ആരെങ്കിലും കാണും. അയ്യോ, ഒരു മിനിറ്റ്. സ്വർഗത്തിലെ കട്ടറും പോവാൻ വേണ്ടിട്ട് എസ് ഐ വിളിക്കുന്നുണ്ടല്ലേ? ആ സാർ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലുണ്ട് സാറേ. ഞാനും മഞ്ജുഷയുണ്ട്. ഞങ്ങളുടെ ഡ്യൂട്ടി അറിയാമല്ലോ, ഞങ്ങൾ അത്ര സ്ട്രിക്റ്റാണ്. അവനൊരു ചായ മാറ്റി കൊടുത്ത് അവൻ എൻ്റെ കയ്യിലുണ്ട്. ഉണ്ട് സാറേ. പിന്നെ നാണ്ട എൻ്റെ കയ്യിൽ അവൻ സുരക്ഷിതനാണ്. അതെ സാർ. 10 മണിക്ക് ഓർഡർ ചെയ്താൽ. ഓക്കെ സാർ. മഞ്ജുഷേ, ഓ ഇങ്ങോട്ട് നോക്ക്. അവന്റെ പൂട്ടും പൊളിച്ച് പോയി. ഈ പൂമ്പാറ്റ എവിടെ പോയത്? ഇനി എന്ത് ചെയ്യും സാറേ? ദൈവമേ, അപ്പൊ എന്റെ ജോലി പൂമ്പാറ്റേ അല്ല, ട്രെയിനിലും കയറി പോയി വന്നു. ഈ വിലങ്ങിന്റെ തുമ്പത്തൊരുത്തിനെ കെട്ടിയിരുന്നു നാം കണ്ടായിരുന്നു. അതല്ലേ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു പോയേന്ന്. അപ്പൊ എന്താ ചായ എന്നല്ലേ പറഞ്ഞത്? അവൻ പോയി. അയ്യോ ദൈവമേ, എന്റെ ജോലി കട്ടപ്പുറത്താവുമല്ലോ ഈശ്വര. ജോലി പോണെങ്കിൽ പോട്ടെ. അപ്പൊ നിനക്ക് ജോലി ഉണ്ടല്ലോ. നിന്റെ ജോലിയിൽ ഞാനും നീ നമ്മുടെ പിള്ളേർ ഒരുമിച്ച് അങ്ങ് ജീവിക്കും. അപ്പൊ സാറിന്റെ ജോലി പോവോ? പിന്നെ ഒരു പ്രതിയെ തുറന്നു വിട്ടാ പിന്നെ ഒരു പ്രൊമോഷൻ തരും. ജോലിയല്ലേ പോവുള്ളൂ. അയ്യോ സാറേ, ഒരു പ്രശ്നമുണ്ട്. എന്ത്? അതെ, ജോലി ഇല്ലാത്തവരെ കല്യാണം കഴിക്കില്ലെന്നാ അച്ഛനും അമ്മയും പറഞ്ഞത്. അപ്പൊ ഞാനെന്തോ ചെയ്യും സാറേ? സാറിനി ഒന്നും ചെയ്യണ്ട. പിന്നെ PSCയുടെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് മേടിക്കുക, പഠിക്കുക, പരീക്ഷ എഴുതുക, പുതിയ ജോലി മേടിക്കുക. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for Elena, Ladies Planet Rental Jewelry.